വിടുതൽ നൽകി തരുന്ന ഒരുവനേ ഉള്ളൂ. അഖില ലോക ജനകോടികളുടെ ആരാധ്യൻ. അനുപമനായ യേശുക്രിസ്തുവിനെ പുരുഷാന്തര പന്താവിൽ നിരന്നു നീങ്ങുന്ന ജനഹൃദയങ്ങൾക്ക് ജീവനും വെളിച്ചവും അരിദ്വാനം നൽകിയിട്ട് അത് മേഘപ്പാലികൾ കൂടെ മറഞ്ഞു പോകുന്ന ഗഹന സമസ്യയായ നസ്രനായ യേശുക്രിസ്തു അവസാനം പറഞ്ഞൊരു പദമുണ്ട്, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ പോകുവേൻ, ഭൂമിയുടെ അറ്റത്തോളം പോലെ സകലരെയും എന്നെ ശിഷ്യന്മാരാക്കുവേ. നമുക്ക് എന്താ ആവശ്യമാണ്? ഉയർപ്പിന്റെ ശക്തി ആവശ്യമാണ്. ഉയർപ്പിന്റെ ശക്തിയുടെ പ്രത്യേകത, ഉയർപ്പിന്റെ ശക്തി എന്റെ മേലുണ്ടെങ്കിൽ ചില ഇരുളുകൾ വഴിമാറും, ചില മരണങ്ങൾ വഴിമാറും. ഒതുക്കാൻ പറ്റത്തില്ലെന്ന് പിശാചിനെ, തകർക്കാൻ പറ്റത്തില്ല പിശാചിനെ. കാരണം ഉയർപ്പിന്റെ ശക്തി എന്റെ മേലുണ്ട്. ഉയർപ്പിന്റെ ശക്തി എന്റെ മേലുണ്ട്. ഈ ഉയർപ്പിന്റെ ശക്തിയുടെ പ്രത്യേകത യോഹന്നാന്റെ പുസ്തകം 11-ാം അധ്യായം 43-44 വായിച്ചത്. Jesus. Holy Spirit. ലാസറെ പുറത്തു കൊണ്ടുവന്നു. ഉയർപ്പിന്റെ ശക്തിയുടെ ഒന്നാമത്തെ പ്രത്യേകത വായിച്ചത് യോഹന്നാൻ 11:43-44. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. ഉയർപ്പിന്റെ ശക്തിയുടെ ഒന്നാമത്തെ പ്രത്യേകത മരിച്ചിട്ട് 4 ദിവസമായി. മരിച്ചിട്ട് ഒന്നാമത്തെ ദിവസമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ 4 ദിവസമായി. ലാസറിന്റെ സഹോദരിമാർ പറഞ്ഞു, അവൻ നാറ്റം വെച്ച് കാണും, കല്ലറ തുറക്കണ്ട, സ്മെല്ല് വരും. ഇന്ന് രാത്രിക്കാലം ജീവിതത്തിന്റെ സ്മെല്ലുകൾ മാറുകയാണ്. ഇന്ന് രാത്രിക്കാലം മാറുകയാണ്. പലരും പറഞ്ഞു തുറക്കണ്ട, പലരും പറഞ്ഞു ഇനി ഒരു ഉയർച്ചയില്ല, ഇതൊരു തീർന്നു. ഇല്ല, തീർന്നു. അടഞ്ഞെടുത്ത് പുതിയ വാതിൽ. ഇന്ന് രാത്രിക്കാലം പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി പറയുന്നു, അടഞ്ഞെടുത്ത പുതിയ വാതിൽ. നിന്റെ സാഹചര്യം പ്രതികൂലമായിരിക്കാം, സാഹചര്യം അനുകൂലമല്ല, പ്രതികൂലമായിരിക്കാം. പക്ഷേ വിശ്വസിച്ചാൽ ഉയർപ്പിന്റെ ശക്തി വ്യാപരിച്ചാൽ മരിച്ചു 4 ദിവസം ആയിക്കൊള്ളട്ടെ, മരിച്ചു മണ്ണോട് ചേരട്ടെ, അവിടെ നിന്നും പുറത്തു വരും. നീ പുറത്തു വരും. നിന്റെ ജീവിതത്തിൽ നീ പുറത്തു വരും. നിന്റെ ശുശ്രൂഷയിൽ നീ പുറത്തു വരും. നിന്റെ ഉപജീവന മാർഗത്തിൽ നീ പുറത്തു വരും. നിന്റെ കുടുംബത്തിൽ നീ പുറത്തു വരും. നിന്നെ ഒതുക്കുവാൻ ശ്രമിക്കുന്ന പശ്ചാത്തല മേഖലകളിൽ നിന്ന് നീ പുറത്തു വരാ. ഞാൻ പുറത്തു വരുന്ന രാത്രിയാണ്. 100 പേരാണോ ദൈവവചനം പ്രസംഗിക്കേണ്ടത്? 1000ങ്ങളോടാണോ ദൈവവചനം പ്രസംഗിക്കേണ്ടതല്ല. 10,000ങ്ങളോട് ദൈവവചനം പ്രസംഗിക്കുവാൻ, 1000ങ്ങളെ ദൈവത്തിന് വേണ്ടി നേടുവാൻ. കാരണം യേശുവിന്റെ കൽപ്പന അങ്ങനെയാണ്, go end of the world. ലോകത്തിന്റെ അറ്റത്തോളം, ഭൂമിയുടെ അറ്റത്തോളം പോകുവാൻ ഉയർപ്പിന്റെ ശക്തിയെ ദൈവം എന്റെ മേൽ പകർന്നിരിക്കുകയാണ്. ഒന്നാമത്തെ ഉയർപ്പിന്റെ ശക്തി എന്റെ മേൽ ഉള്ളതുകൊണ്ട് ഒന്നാമത് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ഞാൻ പുറത്തു വരും. പറഞ്ഞോട്ടെ, ഞാൻ പുറത്തു വരും. മാർത്താ മറിയ കരയുന്നു, യേശുവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. പലപ്പോഴും നാം പറഞ്ഞിട്ടില്ലേ, നേരത്തെ വന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ 1 മിനിറ്റ് മുമ്പേ വന്നിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ ഒക്കെ സംഭവിക്കുമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ പറയുന്നു, ഇത് ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനാണ് ഈ മേഖലയ്ക്കകത്ത് ഞാൻ കടന്നു പോകുന്നത്. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കും, എന്നോടൊപ്പം ആയിരുന്നവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു, എന്തുകൊണ്ട് ഞാൻ ലേറ്റ് ആകുന്നു? ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, നീ മഹത്വപ്പെടേണ്ടതിന്, ദൈവ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടേണ്ടതിന്.
ഒരുപക്ഷെ യേശു നേരത്തെ വന്ന് ലാസറിന് ജീവൻ കിട്ടിയായിരുന്നെങ്കിൽ യഹൂദന്മാർ പറഞ്ഞേനെ അവന് മരുന്ന് കൊടുത്തിട്ടുകൊണ്ട് മെഡിസിൻ കൊടുത്തത് കൊണ്ടാണ് അവൻ ജീവൻ പ്രാപിച്ചത്. പക്ഷെ ഇവിടെ ആ മേഖല എല്ലാം ക്ലോസ് ആയി. ഇനി യഹൂദന്മാർക്ക് ഇത് മനുഷ്യരാൽ സംഭവിച്ചു എന്ന് പറയാൻ കഴിയത്തില്ല. കാരണം ഇറ്റ്സ് ഇംപോസിബിൾ. പൂർണ്ണ മഹത്വം ദൈവത്തിന് പോകണമെങ്കിൽ ഞാൻ ഈ സാഹചര്യത്തിനകത്തൂടെ കടന്നു പോയേ പറ്റത്തുള്ളൂ. ചില മേഖലയ്ക്കകത്ത് ഞാൻ അടയപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കും, എന്തിന് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരവസ്ഥ ഇല്ല. ഇത് ദൈവപുത്രൻ നിന്നിൽ മഹത്വപ്പെടേണ്ടതിനാ. നിങ്ങളുടെ ഞാൻ പുറത്തു വരും. രാത്രികാലം പരിശുദ്ധമാവനകത്ത് ശക്തികളുടെ പ്രാപിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ